കോഴിക്കോട് എരഞ്ഞിപ്പാലം ലോഡ്ജിൽ യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അബ്ദുൽ സനൂഫുമായി പോലീസ് ലോഡ്ജിൽ തെളിവെടുപ്പ് നടത്തി. സംശയത്തെ തുടർന്നാണ് കൊലപാതകമെന്നാണ് പ്രതി പോലീസ് നൽകിയിട്ടുള്ള മൊഴി. അടുത്ത ദിവസം പ്രതിയുടെ മൊബൈൽ ഫോൺ വിറ്റ ബംഗളൂരുവിലും ചെന്നൈയിലും ഒളിവിൽ താമസിച്ച ലോഡ്ജിലും എത്തിച്ച തെളിവെടുപ്പ് നടത്തും. നടക്കാവ് പോലീസിന്റെ കാര്യക്ഷമമായ അന്വേഷണമാണ് ദിവസങ്ങൾക്കുള്ളിൽ പ്രതിയെ വലയിലാക്കിയത്. 5 ദിവസത്തേക്കാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. ഇന്നലെ വിശദമായി ചോദ്യം ചെയ്തു. യുവതിക്ക് വേറെ സുഹൃത്തുക്കളുണ്ടെന്ന സംശയവും തന്നെ കേസിൽ അകപ്പെടുത്തുമെന്ന ആശങ്കയുമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പ്രതി അബ്ദുൽ സനൂഫ് പോലീസിൽ നൽകിയ മൊഴി. കൊലപാതകം നടന്ന എരഞ്ഞിപ്പാലത്തുള്ള ലോഡ്ജിലെത്തിച്ചാണ് ഇന്ന് തെളിവെടുപ്പ് നടത്തിയത്. അടുത്ത ദിവസം കൃത്യം നടത്തിയ സമയത്ത് ഉപയോഗിച്ചതും യുവതിയുമായി സൗഹൃദം സ്ഥാപിച്ചതുമായ മൊബൈൽ ഫോൺ വിറ്റ ബംഗളൂരുവിലെ ഗാന്ധിനഗറിലുള്ള കടയിലും ചെന്നൈയിൽ ഒളിവിൽ താമസിച്ച ലോഡ്ജിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. CCTV ദൃശ്യങ്ങളുടെയും സൈബർ പോലീസിന്റെയും സഹായത്തോടെയാണ് തമിഴ്നാട്ടിലെത്തിയ പോലീസ് സംഘം ലോഡ്ജിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇയാളെ കണ്ടെത്തിയത്. മനസ്സിലാവാതിരിക്കാൻ പ്രതി രൂപത്തിൽ മാറ്റം വരുത്തിയിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് എരഞ്ഞിപ്പാലത്തെ സ്വകാര്യ ലോഡ്ജ് മുറിയിൽ മലപ്പുറം വെട്ടത്തൂർ സ്വദേശിനി ഫസീല കൊല്ലപ്പെട്ടത്. ഈ മാസം 24-നാണ് അബ്ദുൽ സനൂഫ് ഫസീലയ്ക്കൊപ്പം എരഞ്ഞിപ്പാലത്തെ ലോഡ്ജ് മുറിയിലെത്തിയത്. പിറ്റേന്ന് രാത്രി ലോഡ്ജിൽ നിന്ന് സനൂഫ് മുങ്ങുകയായിരുന്നു. തൊട്ടടുത്ത ദിവസമാണ് ഫസീലയെ മുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഫസീല നേരത്തെ അബ്ദുൽ സനൂഫിനെതിരെ പീഡന പരാതി നൽകിയിരുന്നു. ഈ കേസിൽ അബ്ദുൽ സനൂഫ് തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. 24 കോഴിക്കോട്.